നോക്കൂ നിങ്ങൾ ഈ ടോപ്പിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതിനകത്ത് ചെറിയ ചെറിയ റെഡ് കളർ പാച്ചസ് നിങ്ങൾ കാണുന്നുണ്ടോ? അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് 2023 ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ അടിപൊളിയായിട്ടൊക്കെ നടന്നു. പക്ഷേ അതിനുശേഷം ഈ ഡ്രസ്സ് എനിക്ക് ഇടാനേ പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്കുള്ളൊരു അട്രാക്ഷനുള്ളൊരു റെഡ് കളറായിരുന്നു ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ഒരു തവണ ഞാനിത് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ഡൈ മുക്കിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് കിട്ടിയത്. വീണ്ടും ഇടാൻ പറ്റാത്ത അവസ്ഥയായി. പാച്ചസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്നും കൂടി ഡൈ ചെയ്യാൻ പോവുകയാണ്, ബ്ലാക്ക് കളർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു നിങ്ങൾ കാണുന്നില്ലേ, ആ ഒരു റെഡ് കളറായിരുന്നു, ചില്ലി റെഡ് കളറായിരുന്നു ഈ ടോപ്പിനുണ്ടായിരുന്നത്. അപ്പം ഇത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു പാത്രം എടുത്ത് വെക്കുക. അതിനകത്ത് വെള്ളം എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫാബ്രിക്കിനനുസരിച്ചിട്ടുള്ള ഉപ്പോ വിനാഗിരിയോ നിങ്ങൾ ചേർക്കുക. അപ്പോൾ അത് ആ ബോക്സിൽ പറയുന്നുണ്ട്. ഞാൻ ഈ കദം പക്ക റാങ്കിൻ്റെ ബ്രാൻഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇത് കോട്ടൺ ആയതുകൊണ്ട് ഉപ്പാണ് ഇതിനകത്ത് ആഡ് ചെയ്യിക്കുന്നത്. അതിന് ശേഷം ഈ പാക്കറ്റ് കൂടി പൊട്ടിച്ചിടുക. നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം വേണം നമുക്കിത് ഡിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തവണ എടുത്തിരിക്കുന്ന അതേ സ്പാറ്റിലാണ് കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് ആ കളർ ഡിഫറൻസ് കാണാതെ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കളറായിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളും ടൂൾസും ഒക്കെ വേണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ അവർ ഏപ്രിനും ഒരു ഗ്ലൗസും ഒക്കെ തരുന്നുണ്ട്. ഞാനത് കഴിഞ്ഞ തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്തൊരു ഫിക്സിങ് സൊല്യൂഷനും കൂടിയുണ്ട്. ഇത് നമുക്ക് കളർ പോവാതിരിക്കാൻ, നമ്മൾ ഈ മുക്കിയെടുത്ത കളർ വീണ്ടും പോവാതിരിക്കാൻ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ പ്ലെയിൻ വാട്ടറിൽ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കലക്കി വെച്ചിരിക്കണം. അപ്പോൾ ഞാനിത് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ 500 രൂപയുടെ ടോപ്പ് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 250 രൂപ വീണ്ടും ചിലവാക്കി ഈ ഡൈയിങ് കിറ്റ് വാങ്ങിച്ച് എൻ്റെ മനസ്സ് നിങ്ങളാരും കാണാതെ പോകരുത്. അതുകൊണ്ട് ഒരു സബ്സ്ക്രൈബ് തരാതെ പോകല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ നെക്ക് പോർഷനിലൊക്കെ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം മുക്കിയപ്പോഴത്തേക്കും ഒരു ആഷ് കളറാണ് വന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോഴത്തേക്കും വൈറ്റ് കളറായിട്ട് തന്നെ തോന്നുമെങ്കിലും ചെറിയൊരു ആഷ് കളറാവുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് ഇടാൻ പറ്റും, വലിയ വൃത്തികേടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് മുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് വെറ്റാക്കിയിട്ട് വേണം നമ്മൾ ഇത് ഈ തിളയ്ക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് മുകളിൽ നിന്ന് ഇട്ടുകൊണ്ട് കുറച്ച് ബബിൾസൊക്കെ കയറിയിട്ട് ഇത് മുങ്ങി ഒന്ന് എല്ലാ ഭാഗത്തും ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഞാനിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഫിക്സിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ അതിനകത്തോട്ടേക്ക് ഈ തുണി എടുത്ത് മാറ്റണം. ആ ചൂടോടുകൂടി തന്നെ നമുക്കിതെടുത്ത് മാറ്റണം. അപ്പോൾ കൈയൊന്നും പൊള്ളാതെയൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതൊന്ന് എടുത്ത് മുക്കുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും വീഡിയോ അവസാനം വരെ കണ്ടാലേ ഇത് ഏത് കളറിൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഇതൊന്ന് മുക്കിയെടുക്കുക. ഇതൊരു ഞാൻ 5 വെള്ളത്തിൽ മാറി നമ്മൾ കഴുകി ലാസ്റ്റ് വാട്ടർ ക്ലിയർ വാട്ടർ ആവുന്നത് വരെ നമ്മളിതൊന്ന് കളർ മാറ്റി കഴുകിക്കൊണ്ടേ ഇരിക്കണം. റിപ്പീറ്റ് ചെയ്യണം വാഷിങ്. അകത്തു നിന്ന് എല്ലാം കൂടി പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിതൊന്ന് പുറത്ത് കൊണ്ടുപോയി വെള്ളം മാറ്റി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് വാഷിംഗ് മെഷീനിലും കൂടി ഇട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുക്കാൻ പോവുകയാണേ. സ്പിൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്പിൻ ചെയ്തപ്പോഴത്തേക്കും ഇത് റെഡ് കളറല്ല, ഇതൊരു കോഫി ബ്രൗൺ, നല്ല ഡാർക്ക് കോഫി ബ്രൗൺ അല്ലെങ്കിൽ നല്ല ഡാർക്ക് മെറൂൺ എന്ന് പറയുന്ന ഒരു കളറാണെന്ന് തോന്നുന്നു വന്നേക്കുന്നത്. ബ്ലാക്ക് അല്ല ഇതിനൊരിക്കലും വന്നേക്കുന്നത്. നേരത്തെ ഉള്ള കളർ തന്നെ പാച്ചസൊക്കെ ഒന്ന് കവറായി കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി കംപ്ലീറ്റ് ഉണങ്ങിയെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് മനസ്സിലാവത്തുള്ളൂ. അത്യാവശ്യം പക്ഷേ പാച്ചസൊക്കെ ഒന്ന് കവറായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു പാടെനിക്ക് തോന്നുന്നെങ്കിൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് എന്തായാലും ഒന്നും കൂടി നോക്കാം. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം വലിയ രീതിയിൽ പാച്ചസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ബ്ലാക്ക് ആയില്ല. എന്തുകൊണ്ട് ഇത് ബ്ലാക്ക് ആയില്ല എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇടാൻ പറ്റുന്നൊരു പരുവമായിട്ടുണ്ട്. നമുക്ക് അടുത്തൊക്കെ കടകളിലോ മക്കളെ വിളിക്കാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇനിയിപ്പോൾ യൂസ് ചെയ്യാം, വെറുതെ വെച്ചിരിക്കേണ്ട എന്തായാലും. അപ്പം കുഴപ്പമില്ല, ഈ കളർ മാറി കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഹോണസ്റ്റ് റിവ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.